ഇന്നത്തെ എപ്പിസോഡിലും ലാലേട്ടൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ലക്ഷ്മി ആദില നൂറ കപ്പിളിനെ പറ്റി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ലാലേട്ടൻ ഇന്ന് ആദ്യം തന്നെ സംസാരിച്ചത്. സമൂഹത്തിൽ ഒരു വിലയുമില്ലാതെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരെന്ന് ആദില നൂറനെ പറ്റി ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് തന്നെ ലാലേട്ടൻ ചോദിക്കുകയും അതിന് പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് അവരെൻ്റെ വീട്ടിൽ ഞാൻ കയറ്റും, അവരെൻ്റെ വീട്ടിലേക്ക് വന്നോട്ടെ, ഞാൻ അവരെ കയറ്റും എന്ന് ലാലേട്ടൻ പറയുന്നു. അത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ലക്ഷ്മി ആദില നൂറയോട് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും വീഡിയോ ആയിട്ട് തന്നെ പ്ലാസ്മ ടിവിയുടെ മുന്നിലിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. ഈ ഒരു സംഭവങ്ങളെല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം അവിടെ വേറെ കുറച്ചധികം ആൾക്കാരെയും പിടിക്കുന്നുണ്ട്. മസ്താനിയും ഈ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളോട് പാർഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അത് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്താണ് നമുക്കും അത് മനസ്സിലായത്. പക്ഷേ മസ്താനിക്ക് ഇതിപ്പോൾ ലക്ഷ്മി സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമോ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വാക്ക് പിൻവലിച്ചല്ലോ, അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്നോ ആൾക്കാർ പറയുമോ എന്നോ രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ട ഒരു അവസ്ഥയായിപ്പോയി മസ്താനി. അപ്പോൾ കയ്യാലമാട്ടം ഇരിക്കുന്ന തേങ്ങ പോലെ ലക്ഷ്മിയുടെ കൂടെയും ആദിലയുടെ കൂടെയും ആദിലയുടെ കൂടെയും എന്നിങ്ങനെ നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ് മസ്താനി. ലാലേട്ടൻ എന്തൊക്കെ തന്നെ ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടും ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അവരെ നോർമലൈസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇനിയിപ്പോൾ അവരെ വീട്ടിൽ കയറ്റു എന്ന് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മി ക്ലിയർ ആയിട്ട് പറയുന്നു, വീട്ടിൽ കയറ്റില്ല ലാലേട്ട എന്ന് തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന അത്രയും ആൾക്കാർ ഈ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നില്ല. മാത്രമല്ല ലക്ഷ്മി പറഞ്ഞത് തെറ്റാണ് എന്ന് ലാലേട്ടൻ ലക്ഷ്മിയോട് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവിടുത്തെ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കാണുമായിരുന്നു. എന്തുമാത്രം കയ്യടിയായിരുന്നു അവിടെ വന്നുകൊണ്ടിരുന്നത്. ഏറ്റവും അവസാനം ലക്ഷ്മി പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ലാലേട്ടൻ പറയുന്നു, നിങ്ങളുടെ ലജ്ജ തോന്നി എനിക്ക് സംസാരിക്കാൻ, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ലക്ഷ്മിയോട് അവിടെ ഇരിക്കാൻ പറയുകയാണ് ഉണ്ടായത്. അതിനിടയിൽ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഷോയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോക്കോളൂ, ഇവിടെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ളതാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയല്ല ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം എന്താണ് അഭിപ്രായ വ്യത്യാസം എന്ന് മസ്താനിയുടെ അടുത്തും ലക്ഷ്മിയുടെ അടുത്തും ലാലേട്ടൻ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോകാം, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് ഇപ്പം തന്നെ ഇറങ്ങിപ്പോക്കോ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ലാലേട്ടനും ബിഗ് ബോസ് ടീമും ഈ ഒരു പ്രശ്നം വളരെ ക്ലിയർ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. ലക്ഷ്മി ഇപ്പോഴും ലക്ഷ്മി പറഞ്ഞത് ശരിയാണ് എന്ന് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ പറയുന്നത് നിങ്ങളോട് സംസാരിക്കാൻ ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു എന്ന് ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായമുള്ളത് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.